ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ആണ് ചെയ്യുന്നത് കേട്ടോ. എക്സാമ്പിൾസ് 12 ആണ്. ക്വസ്റ്റ്യൻ 2 ഉം 3 ആണ്. പേജ് 180. നിങ്ങളൊന്ന് നോക്കുക. സിംപ്ലിഫൈ ജസ്റ്റ് ഇത്രേ ഉള്ളൂ, സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത്. 2 into a raised to 3 into 5 a raised to 4. അപ്പോൾ സിംപ്ലിഫൈ ചെയ്താണ് ഏറ്റവും ചെറുതാക്കുക എന്നാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെറുതാണ്. ഏറ്റവും ചെറുതാക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സംഖ്യയുടെ നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആക്കുകയാണ്. അതാണ് സിംപ്ലിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പൊ ഇവിടെ ഓൾറെഡി 2 ബേസസ് ആണ് കേട്ടോ. ബേസിന്റെ കാര്യം ഞാൻ പറയുന്നത്, ബേസസ് നമുക്ക് പവേഴ്സിനെ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ബേസിനെ നമുക്ക് ചെറുതാക്കി നമുക്കത് പ്രൈം നമ്പേഴ്സ് ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ 2 ഒരു പ്രൈം നമ്പർ ആണ്, 5. അപ്പൊ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് നോക്കിയേ, 2 raised to 3 into a raised to 3 into 5 a raised to 4. അപ്പൊ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുവാണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഡിജിറ്റുകൾ, അതായത് 2 raised to 3 2 raised to 3 into a raised to 3 into ഈ 5 a raised to 4-നെ ഒന്ന് 5 into a raised to 4 എഴുതാമല്ലോ. സെയിം തന്നെയാണ്. അപ്പൊ ഞാൻ ഇനി 2 raised to 3 5-നെ അടുപ്പിച്ചെഴുതി. പിന്നെ a raised to 3 into a raised to 4 അടുപ്പിച്ചെഴുതി. എന്തിനാണ് ഞാനിത് രണ്ടും കൂടെ അടുപ്പിച്ചെഴുതിയത്? നമ്മുടെ ലോ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ലോ ഒക്കെ അപ്ലൈ ചെയ്ത് ഏറ്റവും സിമ്പിൾ ആക്കാനല്ലേ ശ്രമിക്കുന്നത്. അപ്പൊ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഏതാണ്? a raised to m into a raised to n is equal to a raised to m plus n. കണ്ടോ? അപ്പോൾ നോക്കി, is equal to 2 raised to 3 into 5 into a raised to 3 plus 4 is equal to. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല. 2 raised to 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2-നെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുക. 8 into 5 into a raised to 7, അതായത് 40 a raised to 7. സിംപ്ലിഫൈ ചെയ്തു. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. മനസ്സിലായല്ലോ? നമ്മൾ എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? സിംപ്ലിഫൈ ചെയ്യാൻ, നമ്മുടെ ലോ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നമ്മൾ ഇവരെ എന്ത് ചെയ്യുവാണ്? അറേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. അത് കുറച്ച് നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ആകും കേട്ടോ. നിങ്ങൾ ടെൻഷൻ ഒന്നും എടുക്കണ്ട. എനിക്കിത് അറിയത്തില്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ എടുക്കണ്ട. നമ്മളത് ചെയ്ത് നിങ്ങളിത് പ്രാക്ടീസ് ആകും. പെട്ടെന്ന് പിന്നെ കണ്ട ഉടനെ പെട്ടെന്ന് നിങ്ങൾ ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഇച്ചിരി കൂടെ ചെയ്യാനുണ്ട്. 2 into 3 raised to 4 into 2 raised to 5 divided by 9 into 4 square. ഓക്കെ, ഇവിടെ എല്ലാം പ്രൈം. ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ബേസിനെ പ്രൈം നമ്പേഴ്സ് ആക്കാനാണ് പറഞ്ഞത്. ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്, ബേസസ് അല്ലേ. പക്ഷെ ഇവിടെ 9, ഇത് 4. നമുക്ക് അവരെയും ഇവിടെ പ്രൈം നമ്പേഴ്സ് ആക്കാം. ഞാൻ ഒന്ന് എഴുതുവാണ്. 2 into 3 raised to 4 into 2 raised to 5 ഡിവൈഡഡ് ബൈ 9 എങ്ങനെ പ്രൈം നമ്പേഴ്സ് ആക്കും? ഇത്രയേ ഉള്ളൂ. ഫാക്ടറൈസേഷൻ ചെയ്യുക. ഫാക്ടറൈസേഷൻ ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം 2 കൊണ്ട് പറ്റുമോ? നമ്മുടെ പ്രൈം നമ്പർ ആയ 2 പറ്റില്ല. 3 കൊണ്ട്. 3 എത്രയാണ്? 3 into 3 9, പിന്നെ 3 1. അപ്പം 9 എന്ന് പറഞ്ഞാൽ 3 into 3 ആണ്. അതായത് നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലായോ? കേട്ടോ, സിംപ്ലിഫൈ ചെയ്ത് വരുന്നത് ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പം 9ന്റെ സ്ഥാനത്ത് ഞാൻ എന്നെ എഴുതാൻ പോയി ഇവിടെ 3 സ്ക്വയർ ഇൻറ്റു. അതുപോലെ തന്നെ 4-നെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 2 കൊണ്ടല്ലേ? 2 1. അപ്പൊ നമുക്ക് 4-നെ എന്നെ എഴുതാം 2 into 2, അതായത് 2 സ്ക്വയർ. ഈ 4-ന്റെ സ്ഥാനത്ത് ഞാനിപ്പോ എന്നെ എഴുതാൻ പോവാണ് 2 സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, 2 സ്ക്വയർ. തീർന്നോ? അത് 4 മാത്രമാണ് 2 സ്ക്വയർ. അതിന്റെ മേളിൽ ഒരു പവർ കിടപ്പുണ്ട്, 2. മനസ്സിലായേ? ഓക്കെ, ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപോലെ ബേസ് വരുന്നത് അടുപ്പിച്ചെഴുതണം. എന്തിനു വേണ്ടിയാണ്? നമുക്ക് നമ്മുടെ ലോ അപ്ലൈ ചെയ്യാൻ. അപ്പൊ ഇവിടെ ഇവിടെ വെറും ഒരു 2 ഉണ്ട്, ഇവിടെ 2 raised to 5 ഉണ്ട്. 2 എഴുതി. ഞാൻ ആ 2 നിങ്ങൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എന്താണ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയില്ലാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് തെറ്റായിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് എഴുതുവാണ്? അതിന്റെ മേളിൽ 1 ഇടുക. 2 raised to 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെയാണ് 2 തന്നെയാണ്. അപ്പം അതായത് ഇവിടെ 1 ഉണ്ടെന്നാണ് അർത്ഥം. കാരണം നമ്മുടെ കാൽക്കുലേഷന് വേണ്ടി ഞാനൊന്ന് 1 ഇട്ടു. പിന്നെ നമ്മുടെ 2 raised to 5 എഴുതി, 3 raised to 4 എഴുതി. എന്തിനങ്ങനെ അടുപ്പിച്ചെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സിനൊന്ന് അറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇനി ഇവിടെ 3 raised to 2 ഇൻറ്റു, ഇവിടെ തന്നെ ഒരു ലോ അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഏത്? പവറിന്റെ മേളിൽ പവർ. a raised to m the whole raised to n is equal to a raised to m into n. അപ്പൊ ഇവിടെ എത്ര വരും? 2 raised to 2 into 2. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ അറേഞ്ച് ചെയ്തേ. 2 raised to 1 into 2 raised to 5 into
3/4. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തെഴുതാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പൊക്കെ അവോയ്ഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. 3/2 ഇൻറ്റു എത്ര വരും? 2 × 2 4 വന്നു. മനസ്സിലായല്ലോ? ഞാനൊന്ന് റിവ്യൂ ചെയ്യട്ടെ. ഓക്കെ, ഇനി ഇവിടെ വരെ നമ്മൾ അറേഞ്ച് ചെയ്തല്ലോ. ഇനി ഓക്കെ, ഇനി അപ്പൊ ഇത് നോക്കിയേ, രണ്ട് ബേസ് സെയിം ബേസ്. അപ്പൊ ഏതിലോ അപ്ലൈ ചെയ്യും? a⁻m ഇൻറ്റു a⁻n ഇസ് ഈക്വൽ ടു a⁻m+1. നോക്കിയേ, ഒരു പ്രോബ്ലത്തിൽ തന്നെ എത്ര ലോസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എന്നാ വരും? ഇത് 2⁻1 + 5. കണ്ടോ, ഞാൻ ആ 1 അവിടെ ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 5 എന്ന് മാത്രം എഴുതി പോകും. അതുകൊണ്ടാണ് കേട്ടോ. 2 ഇൻറ്റു 3/4 ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുവാണ്. കാരണം ഇവിടെ ഡിവിഷൻ നമുക്ക് ചെയ്യാൻ വരും. അതുകൊണ്ട് ഇവിടെ 2 അല്ലേ ആദ്യം എഴുതി. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് തിരിച്ചിടുക. അതായത് 2/4 ഇൻറ്റു 3/2. അതായത് 2ന്റെ അടിയിൽ തന്നെ കടന്നോട്ടെ. 2ന്റെ വാല്യൂ 2ന്റെ അടിയിൽ തന്നെ കടന്നോട്ടെ. അപ്പോഴത്തേക്കും അപ്പം എന്നിട്ട് എത്ര വരും? 2/5 + 1 എത്രയാണ്? 6. 5 + 1 6 എഴുതി. ഇൻറ്റു 3/4 ബൈ ഇവിടെ എത്ര വരും? 2/4 ഇൻറ്റു 3/2. ഇനി നിങ്ങൾ ഏത് ലോ അപ്ലൈ ചെയ്യും? നോക്കി, അതിനാണ് ഞാനിത് ഒരുമിച്ച് എഴുതിയത്. ഇത് കണ്ടോ, സെയിം ബേസ് എടുത്ത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് ഏതാണ്? a⁻m ബൈ a⁻n ഇസ് ഈക്വൽ ടു a⁻m-n. മനസ്സിലായോ? ഞാൻ എന്തിനാ ഇതിപ്പോ ഇപ്പുറത്ത് എഴുതി വന്നപ്പോഴത്തേക്കും 2 ആദ്യം എഴുതി എന്താണെന്ന് മനസ്സിലായി. നമ്മുടെ ലോസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതും. ഇതിനകത്ത് നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, എക്സ്പോണൻസ് അറേഞ്ച് ചെയ്ത് എഴുതും. അപ്പം അതിനാണ് ഇങ്ങനെ എഴുതിയത്. അപ്പൊ ഇവിടെ എത്ര വരും? a⁻m പറയുമ്പോൾ 2/6 - 4 എന്നും ഇൻറ്റു ഇവിടെ എന്നാ വരും? ഇത് സെയിം തന്നെയല്ലേ അവിടെ? 3/4 - 2 എന്നും വരും. ഇസ് ഈക്വൽ ടു 2 എത്ര വരും? 2 ഇൻറ്റു 3/2. സബ്ട്രാക്ട് ചെയ്തതാണ്. 2/2 എത്രയാ? 4. 3/2 എത്രയാ? 9. 9 × 4 36. കണ്ടോ, സിംപ്ലിഫൈ ചെയ്ത് 36 എന്ന് കിട്ടി. ഒന്നുമില്ല, കണ്ടില്ല? അത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ആ നമ്പേഴ്സിനെ, അതായത് എക്സ്പോണൻസിനെ അറേഞ്ച് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യണം. നമ്പേഴ്സിനെ എക്സ്പോണൻസിനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ലോസ് അപ്ലൈ ചെയ്യാൻ പരുവത്തിന് കൊണ്ടുവന്നിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. എൻ്റെ മോൾ എപ്പോഴും പറയാറുണ്ട്, ഫൈനൽ ലുക്ക് കാണണമെന്ന്. അമ്മയ്ക്ക് ഫൈനൽ ലുക്ക് കാണണം. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. മനസ്സിലായല്ലോ? മക്കളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക് യു.